നമസ്കാരം, എല്ലാവർക്കും അമ്പിളീസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ നൃത്യോദയയിലെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. അജിക്കുട്ടൻ ഫ്രണ്ടിന് കൊടുക്കാൻ ഗിഫ്റ്റുമായിട്ട് വരുവാണേ. അജിക്കുട്ട അവിടെ പോയിരിക്കും, ചേച്ചിമാരുടെ അടുത്ത് പോയിരിക്കും. എല്ലാവരും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഓരോ കുട്ടികളും അവരവരുടെ ഫ്രണ്ട്സ് ആരാന്നറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. ആദ്യമായിട്ട് കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒക്കെ കലാപരിപാടികളാണ് കേട്ടോ. എല്ലാവരും അഞ്ജലിയേച്ചിയെ കൊണ്ട് പാട്ട് പാടിക്കാൻ നിർബന്ധിക്കുവാണേ. പേരൻസിനും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമ്മുടെ നൃത്യോദയം നെടുന്തൂറായ നിങ്ങൾക്ക് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ആശംസകൾ നേരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് പടവളൊക്കെ പാടുക. കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം വരുന്നോണ്ടേ നമുക്ക് കരോക്കെ വെച്ച് പാടിയ പാട്ടുകളൊന്നും ഇടാൻ പറ്റത്തില്ലേ. ആരും ഗ്രഹിക്കാത്ത ഗ്രന്ഥമാണച്ചൻ. ഇവിടെ ഇപ്പോൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മോളാണ് കേട്ടോ ഇത്, സിൽവേരിയ കുട്ടിയുടെ ഒരു ക്യൂട്ട് പെർഫോമൻസ് ആണേ.
അഞ്ജലി ചേച്ചിയും കുട്ടണ്ണനും കൂടി ഒരു പാട്ടൊക്കെ പാടി കേട്ടോ. നിറക്കോട്ട് സിനിമയിലെ പൂമാനമേന്ന് തുടങ്ങുന്ന പാട്ടായിരുന്നു. കരോക്കെ വെച്ച് പാടിയത് കൊണ്ടേ ആ പാട്ടും നമുക്കിവിടെ ഇടാൻ നിർവാഹമില്ല. നല്ലോണം പാടി കേട്ടോ. അമ്മ ഇങ്ങനെ ആ പാട്ട് കേട്ട് ലയിച്ചിരിക്കുക. വീണ്ടും നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ വന്ദനക്കുട്ടിയുടെ ഡാൻസായിരുന്നു അടുത്തത്. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, ആ പാട്ടിനാണ് ഡാൻസ് കളിച്ചത് കേട്ടോ. നൃത്യോദയയുടെ എല്ലാ പ്രോഗ്രാമിനും വന്ദനക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പെർഫോമൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന പെർഫോമൻസ് ആണ് എന്നുള്ളതാണേ. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വളരെ കുറച്ച് സമയം കൊണ്ട് ഇത്രയെങ്കിലും ചെയ്തല്ലോ. ഇനി എല്ലാവരും കേക്ക് നൽകുന്നതായിരിക്കും. ഈ കേക്ക് കുഞ്ഞിനെ കൊടുക്കാനുള്ള ശ്രീമന്തം സാധിക്കും. കേക്കും വൈനും ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണേ. കലാപരിപാടികളും കുട്ടികളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ഡ്രീം ക്രിയേഷൻ ഈവൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തത്. ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിരുന്നു. ഈ കുഞ്ഞിനാരും കൊടുത്തില്ലേ ഒന്നും? അജിക്കുട്ടിന് വേണ്ടായോ? കഴിക്കണ്ടായോ?
ബിരിയാണിയും പപ്പടവും ആണോ കുഞ്ഞിന് വേണ്ടേ? ആണോ ആണോ? ചാറ് വേണോ? അത് ശരി, ഞാൻ വിചാരിച്ചു വേണ്ടെന്ന്. കഷ്ണവും ചാറും കൂടെ തരാം. ചാറ് വെക്കട്ടെ? ചേച്ചി കല്ലിന്റെ ആളാണ്. തക്കുടു അമ്മൂമ്മ. ഓ, കല്ലിന്റെ ആളാണ്. അമ്മൂമ്മയ്ക്ക് കേട്ടോ കല്ലു, അമ്മൂമ്മയ്ക്ക് ഇട്ടേക്കുന്ന പേരാ വിളിക്കുന്നത് തക്കിടും. തക്കുടു അമ്മൂമ്മ. ആ, പേടിച്ചോ മക്കളെ? എന്റെ പൊന്ന് വാങ്ങിച്ചോ? ചിക്കൻ വേണ്ടേ? ഒരു പീസ് വേണോ? ആണോ? അജുക്കുട്ടോ കൈക്ക് അടുത്ത് നിൽക്കുവോനെ? ചേച്ചിയെക്കാളും നീളമായി അല്ലയാ ചേച്ചി? അതാ വയറ്റിൽ കിടന്നപ്പോ വന്നതാ ഇവിടെ അപ്പുക്കുട്ടനെ അല്ലേ മക്കളെ? ചേച്ചിയുടെ വയറ്റിലായിരുന്നല്ലേ അപ്പൂസ് അന്നേരം? ആന്ന്. ഓ ഇല്ല മോളെ. താങ്ക്സ് പറഞ്ഞോ? ആ അല്ല നന്നായിരിക്കട്ടെ. കഴിച്ചില്ലല്ലോ? കഴിച്ചോ മക്കളെ? വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞല്ലോ. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണ് എടുത്തത്. മുറി അടച്ചങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുകയാണ്. മാറി നിന്ന അച്ഛനെയും അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഡാൻസ് കളിക്കാനായിട്ട്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. കൂടെ നിന്ന എല്ലാ പേരൻസിനും, കുട്ടികൾക്കും കൂടാതെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണേ. ഒപ്പം എന്നും സപ്പോർട്ടായി നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. പുതുവർഷമാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അംബ്ലീസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഞങ്ങളുടെ നൃത്യോദയയിലെ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റായ സുബിയമ്മയാണ് കേട്ടോ. സുബിയമ്മ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.